നേരം ഇരുട്ടിയപ്പോഴേക്കും ആ ബോഗിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവസാന യാത്രക്കാരനും അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ വേണ്ടി ഡോറിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. ട്രെയിൻ യാത്രക്കിടയിൽ എനിക്കുണ്ടായ ഒരു അനുഭവ കഥയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാൻ പോകുന്നത്. കൊച്ചി നോർത്തിൽ നിന്നുമാണ് ഞാൻ ആ ട്രെയിനിൽ കയറിയത്. കുറച്ച് അധികം ട്രെയിൻ യാത്ര നടത്തിയെങ്കിലും ഈ ട്രെയിൻ യാത്ര എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളതായിരുന്നു. കാരണം ഇത് മുംബൈ വരെയുള്ള യാത്രയായിരുന്നു. ഞാൻ നേരത്തെ കൂട്ടിയെടുത്ത ട്രെയിൻ ടിക്കറ്റ് ആയതുകൊണ്ട് എനിക്ക് കൺഫേം ടിക്കറ്റ് തന്നെ കിട്ടി, അതും ഫസ്റ്റ് AC-യിൽ. ഞാൻ ഓർത്തു എന്താണെങ്കിലും തിരക്കുണ്ടാകും, കാരണം ഇവിടെ നിന്നും ബോംബെ വരെയുള്ളതല്ലേ. തന്നെയുമല്ല കൺഫേം ആകാത്ത യാത്രക്കാരും ഇവിടെ ഇടിച്ചുകുത്തി കയറി വരും. അങ്ങനെ യാത്രക്കിടയിൽ കഴിക്കാനുള്ള ചിപ്സും ഡ്രിങ്ക്സും ഒക്കെ പ്ലാറ്റ്ഫോമിൽ നിന്നും മേടിച്ച് ഞാൻ ട്രെയിനിനു വേണ്ടി നിപ്പ് തുടർന്നു. കൃത്യം 10 മിനിറ്റ് കൃത്യസമയം പാലിച്ച് ട്രെയിൻ പ്ലാറ്റ്ഫോം തൊട്ടു. ഒന്നും പറയാനില്ല, ഞാൻ കരുതിയതിലും തിരക്ക് ട്രെയിനിൽ എനിക്ക് കാണാൻ സാധിച്ചു. ഒരു ട്രോളി ബാഗും ഒരു ബാഗും മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്നിട്ട് പോലും എനിക്ക് ഡോറിൽ കയറാൻ പോലും ആകാത്ത വിധം പുറകിൽ നിന്നും ട്രെയിനിന്റെ അകത്തു നിന്നും തള്ളൽ വന്നു. അത് അങ്ങനെ തന്നെയല്ലേ, ഒരു കാര്യമില്ലെങ്കിലും ചുമ്മാ തള്ളുന്ന പതിവ് മലയാളികൾക്കുണ്ടല്ലോ. പക്ഷേ അതേ പതിവ് ഭായിമാർക്കും ഉണ്ടെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. ഒരു വിധത്തിൽ ഞാൻ ആ തള്ളുകൾ കടന്ന് അകത്തു കയറി. അപ്പോൾ അതാ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ അവിടെയും ഇവിടെയും ഓരോരുത്തര് ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ഇതിനാണോ അവിടെ കിടന്ന് ഇത്രയും തള്ളുകൊണ്ടത്? തെല്ലു നിരാശ തോന്നിയെങ്കിലും ആ നിരാശ മാറ്റിവെച്ച് ഞാൻ എൻ്റെ സീറ്റ് ലക്ഷ്യമാക്കി നടന്നു. 2 കൂപ്പ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സീറ്റ് ഞാൻ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. അതിൽ ആകെ ഉള്ളത് 3 പേര്, അതും മലയാളികൾ. അങ്ങനെ ട്രെയിൻ പുറപ്പെട്ടു. അവർ 2 പേരും കണ്ണൂർ ഇറങ്ങും. ഈവനിങ് ആയതുകൊണ്ട് ട്രെയിനിൽ വന്ന ഒരു ചായക്കാരൻ്റെ കയ്യിൽ നിന്നും ഒരു ചായ മേടിച്ച് കുടിച്ചു. അപ്പോഴാണ് TTR അങ്ങോട്ടേക്ക് വന്നത് ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ. TTR കോട്ടയംകാരനാണ്. ഞാൻ അയാളോട് ചോദിച്ചു, എൻ്റെ കൂടെയുള്ള 2 പേർ ഇറങ്ങിയാൽ അടുത്ത പാസഞ്ചർ എവിടെ നിന്നാണ് കയറുന്നത്? അപ്പോൾ TTR പറഞ്ഞു, അടുത്തത് ഒരു ഫാമിലിയാണ് കയറുന്നത്, അവർ കാസർഗോഡ് നിന്നാണ് കയറുന്നത് എന്നും അയാൾ പറഞ്ഞു. അങ്ങനെ കണ്ണൂർ എത്തിയപ്പോഴേക്കും ആകാശം മുഴുവൻ ഇരുട്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവസാന യാത്രക്കാരനും ഇറങ്ങാനായി ഡോറിന്റെ അടുത്തേക്ക് നീങ്ങി. അങ്ങനെ ആ കൂപ്പയിൽ ഞാൻ മാത്രം. ആദ്യമാദ്യം എനിക്ക് ഒരു എൻജോയ്മെന്റ് ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഒരു കൂപ്പ മുഴുവൻ എനിക്ക് ഇരിക്കാലോ എന്നോർത്ത്. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ആദി ഉണ്ടായി തുടങ്ങി. ആരോ അവിടെ ഇരുന്ന് കരയുന്ന ഫീല് എനിക്ക് തോന്നി തുടങ്ങി. ഞാൻ ഡോറ് തുറന്ന് ടോയ്ലറ്റിന്റെ അടുത്തേക്ക് പോയി. അപ്പോഴതാ നമ്മുടെ TTR അവിടെ നിൽക്കുന്നു. ഞാൻ അയാളോട് ചോദിച്ചു, കാസർഗോഡ് എത്താൻ ഇനി എത്ര മണിയാകും? അയാൾ പറഞ്ഞു, ട്രെയിൻ ഇപ്പോൾ കറക്റ്റ് ടൈമാണല്ലോ, 1 മണിക്കൂർ ആകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തും. ഞാൻ ഒന്നുകൂടെ ചോദിച്ചു, ആ ഫാമിലി കൺഫേം അല്ലേ? TTR തലകുലുക്കി സമ്മതിച്ചു. അങ്ങനെ അയാൾ അടുത്ത ബോഗിയിലേക്ക് നീങ്ങി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, എൻ്റെ ബോഗിയിൽ ആരും തന്നെ ഇല്ല. അതിനിടയിൽ അതിലൂടെ വന്ന ചായവാലയോട് ഞാൻ കാര്യം തിരക്കി. ആ ചായവാല പറഞ്ഞു, എന്താണെന്നറിയില്ല, എന്തോ ഭീഷണി സന്ദേശത്തെ തുടർന്ന് യാത്രക്കാർ കൂട്ടത്തോടെ ക്യാൻസൽ ചെയ്തു എന്ന്. അത് കേട്ട ഞാൻ ഓർത്തു, ഇനി ബോംബെ വരെ ഞാൻ തനിച്ച് യാത്ര ചെയ്യേണ്ടി വരുമോ? അങ്ങനെ ഞാൻ എൻ്റെ സംശയം തീർക്കാൻ അയാളോട് ചോദിച്ചു. എൻ്റെ കൂപ്പയിൽ സീറ്റിനടുത്തു നിന്ന് വരുന്ന സൗണ്ട് എന്താണെന്ന് ഞാൻ ചോദിച്ചു. ഏതു സീറ്റാണെന്ന് ചോദിച്ചറിഞ്ഞ അയാൾ എന്നിൽ നിന്നും എന്തൊക്കെയോ മറയ്ക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. എങ്കിലും ഞാൻ ഒന്നും കൂടി നിർബന്ധിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ആ കൂപ്പയിൽ ഒരു ഫാമിലി വിഷം കഴിച്ചു മരിച്ചതാണെന്ന്. ഇടയ്ക്കിടയ്ക്ക് ആ കൂപ്പയിൽ നിന്നും എന്തൊക്കെയോ സൗണ്ട് വരുന്നുണ്ടെന്നും അയാൾ പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും എൻ്റെ ഉള്ള ജീവൻ അങ്ങ് പോയി. അയാൾ കൂട്ടിച്ചേർത്തു, നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൂപ്പയിൽ ഒരു ഫാമിലിയാണുള്ളത്, നിങ്ങൾക്ക് പേടിയാണെങ്കിൽ അവിടെ പോയിരിക്കാം. ആ ചായ്വാല പറഞ്ഞു. എന്നാൽ ഞാനത് നിരസിച്ചു. അങ്ങോട്ട് പോകണ്ട, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ഞാൻ കരുതി. എങ്കിലും ആ ചായ്വാല എന്നെ വളരെയധികം നിർബന്ധിച്ചു അങ്ങോട്ടേക്ക് പോകാൻ. എന്നാൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ കാസർഗോഡ് എത്തുമല്ലോ, അവിടെ നിന്ന് ആ ഫാമിലി കയറുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഇരിപ്പായി. എന്നാൽ കാസർഗോഡ് എത്തി, ആരും തന്നെ വന്നില്ല. എനിക്ക് തോന്നി ആ ഫാമിലിയും ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കാണും. സമയം രാത്രി 11 മണി. അടുത്തുനിന്നും വീണ്ടും അരോചകമായ ഒരു ശബ്ദം കേൾക്കാൻ ഇടയായി. കൂട്ടത്തിൽ നല്ല മഴയും കാരണം ഷട്ടറുകൾ അടയ്ക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. കൊങ്കൺ പാതയായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും കാണാനുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങി. അപ്പോഴാണ് തൊട്ടടുത്ത സീറ്റിൽ 2-3 പേര് ഇരുന്ന് സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി തുടങ്ങിയത്. ആ സമയം ചായ്വാല പറഞ്ഞ ആ കുടുംബത്തിന്റെ ആത്മഹത്യ കഥ എന്റെ ഉറക്കം കെടുത്തി. കുറച്ച് നീങ്ങിയപ്പോഴേക്കും ട്രെയിൻ നിർത്തി. ട്രെയിൻ പാളത്തിൽ കാറ്റിൽ ഏതോ മരം വീണ് ബ്ലോക്കായി. പുറത്തുനിന്നും നല്ല സൗണ്ട്, ആരൊക്കെയോ അതിലൂടെ ഓടിപ്പോകുന്ന പോലെ എനിക്ക് ഫീലായി തുടങ്ങി. ഞാൻ ആ കൂപ്പയുടെ വാതിൽ കൊട്ടിയടച്ചു. അങ്ങനെ ആ റൂമിൽ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. സമയം അങ്ങനെ കടന്നു നീങ്ങി.
അതിരാവിലെ ഞാൻ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി വാതിൽ തുറന്നപ്പോൾ അവിടെ മുഴുവൻ പോലീസുകാരും മറ്റുള്ളവരും. ശരിക്കും അന്ന് ആ രാത്രിയിൽ ആ ബോഗിയിൽ ഒരു ഫാമിലി വിഷം കഴിച്ചു മരിച്ചു. അപ്പോഴാണ് ഞാൻ ഇന്നലെ ആ ചായവാല പറഞ്ഞ കഥ ഓർത്തത്. അയാൾ ഇന്നലെ പറഞ്ഞ ആ റൂമിലാണ് മരണം നടന്നത്. എന്തോ പന്തികേട് തോന്നിയ ഞാൻ ആ ചായവാലെ തിരക്കി അവിടുത്തെ മെസ്സിൽ ചെന്നു. എന്നാൽ ഇന്നലെ അങ്ങനെ ഒരു ചായവാല ആ മെസ്സിൽ വർക്ക് ചെയ്തില്ല എന്നായിരുന്നു അവരുടെ ഉത്തരം. തന്നെയുമല്ല, ആ ട്രെയിനിൽ ചായക്കും സ്നാക്സ് ഡെലിവറിക്കും ആരെയും അലോട്ട് ചെയ്തില്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ആ ചായവാല എന്നെ അങ്ങോട്ട് പോകാൻ നിർബന്ധിച്ചത് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നാലും ആ ചായവാല ആരായിരിക്കും? പല പല സംശയങ്ങളും എൻ്റെ മനസ്സിൽ ഉദിച്ചു. എന്തായാലും അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയല്ലോ എന്നോർത്ത് ഞാൻ ആ യാത്ര തുടർന്നു.